മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം നമ്മളുടെ മനസ്സിൽ ഏറ്റവും അധികമായി ഉണ്ടാകുന്നത് ഭയമാണ്. ആ ഭയത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്കുള്ളത് മരണത്തിൻ്റെ വേദനയെക്കുറിച്ചുള്ള ഭയമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മരണത്തിന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് മരിക്കുന്ന വ്യക്തിക്കല്ല, പലപ്പോഴും മരണത്തെ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്കാണ്. ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ മരണത്തോടടുക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മരിക്കുന്ന വ്യക്തി വേദനയെ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്ക് വിശദമായി സയൻസിൻ്റെ അടിസ്ഥാനത്തിലും മതപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് മരണശേഷം എന്താണ് സംഭവിക്കുന്നത്, മരണം എന്താണ്, മരണത്തിൻ്റെ വേദന എത്രത്തോളമാണ്, എത്ര സമയം തൊട്ട് എത്ര സമയം വരെയാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്, എന്തൊക്കെയാണ് ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും മാറ്റങ്ങളും, എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ വളരെ വിശദമാക്കിക്കൊണ്ട് രസകരമായ ഒരു വളരെ അറിവുണ്ടാകുന്ന ഒരു വീഡിയോയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ ഭയം എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നതാണ്. മരണഭയം തീർച്ചയായിട്ടും ഒരു മനുഷ്യന് മാറേണ്ടതാണ്. എന്തെന്നാൽ മരണത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത് വേദന എന്നുള്ള ഭയം തന്നെയാണ് മരണത്തെ നമുക്ക് കൂടുതൽ ഭയമുള്ളതാക്കി മാറ്റുന്നത്. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മളുടെ കൈ മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. നമ്മൾ ആ കൈയിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് അവിടെ വലിയ വേദനയൊന്നും നമ്മളത് കാണുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ വലിയ വേദനയൊന്നും അനുഭവപ്പെടില്ല. എന്നാൽ നമ്മൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കൈ മുറിഞ്ഞ ആ ഒരു അവസ്ഥ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഭയവും കൂടെ ചേർന്നിട്ടാണ് അത് വലിയൊരു വേദനയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ മനസ്സിൻ്റെ ചിന്തകളും മനസ്സിൻ്റെ തോന്നലുകളുമൊക്കെയാണ് നമുക്ക് പലപ്പോഴും വേദനയില്ലാത്തൊരവസ്ഥയെ പോലും വളരെ വേദനാജനകമായിട്ട് തോന്നുന്നത്. എന്നാൽ നമ്മൾ ഈ മുറിഞ്ഞ കൈ ഒരിക്കലും കാണുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു വേദന അനുഭവപ്പെടത്തില്ല. എന്നാൽ ആ ഒരു വേദന അനുഭവിക്കുന്നു എങ്കിൽ പോലും അത് ചെറിയ വേദനയായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ നമ്മളുടെ ആ ഒരു ഭാഗത്തെ നമ്മൾ കാണുകയാണെങ്കിൽ അത് വളരെ ഭയാനകമായിട്ട് നമുക്ക് തോന്നുകയും അത് വളരെ വേദന ഉളവാക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യാറുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ കൂടെ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരുപാട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണ് മരണം? എവിടേക്കാണ് നാം പോകുന്നത്? ആത്മാവുണ്ടോ? ജന്മാന്തരം സത്യമാണോ? മരണം അവസാനമാണോ? അതോ പുതിയൊരു യാത്രയുടെ തുടക്കമാണോ? നമുക്ക് നോക്കാം. എന്താണ് മരണം? മരണം ശരീരത്തിൻ്റെ അവസാനം മാത്രമാണ്. ശരീരം നിസ്സഹായമാകുന്ന ഒരു നിമിഷം. പക്ഷേ ആത്മാവ് അവിടെ അവസാനിക്കുന്നില്ല. ഹൃദയവും ശ്വാസോച്ഛ്വാസവും മസ്തിഷ്കത്തിൻ്റെ സിഗ്നലുകളും എല്ലാം നിലയ്ക്കുമ്പോഴാണ് ക്ലിനിക്കലി ഡെത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോർ ഷട്ട് ഡൗൺ ആവുന്ന ഒരവസ്ഥ. അതിനെയാണ് മരണമെന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഒരു ബോധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു തുടങ്ങിയ ഒരു സത്യം തന്നെയാണ്. മരണത്തിൻ്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറിൽ ഒരു ലാസ്റ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാവാറുണ്ട്. മരണത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നവരിൽ നടത്തിയ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ തലച്ചോറിൽ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാകുകയും അതിലൂടെ നമുക്ക് ജീവിതം മുഴുവൻ നമ്മുടെ കണ്ണിൽ മിന്നി മായുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അതിനുശേഷം എല്ലാവരും പറയുന്ന ഒരേ ഒരു അനുഭവം ഇങ്ങനെയൊക്കെയാണ്: ഒരു വെളിച്ചം അവരിലേക്ക് തോന്നുന്നു, സമാധാനം തോന്നുന്നു, ഭാരം കുറഞ്ഞ ഒരവസ്ഥ അവർക്ക് അനുഭവപ്പെടുന്നു, ശരീരത്തിൽ നിന്ന് പിരിയുന്ന ആ ഒരു ബോധം അവർക്ക് ഉണ്ടാകുന്നു എന്നൊക്കെയാണ്. മരിച്ചിട്ട് തിരിച്ചു വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഇത് തന്നെയാണ് നമ്മൾ പഠനങ്ങളിലൂടെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി മരിക്കാൻ പോകുന്നവന് വെളിച്ചം കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് ശാസ്ത്രവും ആത്മീയതയും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ബോധം ഒരു വെളിച്ചമായി തോന്നുന്നു എന്നുള്ളത്. അതായത് മസ്തിഷ്കത്തിലെ പീനൽ ഗ്ലാൻഡ് അവസാനമായി DMT പോലെ ഉള്ള ഒരു രാസവസ്തു പുറപ്പെടുവിക്കുമ്പോഴാണ് മനസ്സിൽ വെളിച്ചത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ചിലർ ഇത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുന്ന നിമിഷം എന്ന് പറയപ്പെടുന്നുണ്ട്. ആത്മാവ് ശരിക്കുമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, മരിച്ചിട്ട് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ബോധത്തിലേക്ക് തിരിച്ചു വന്നവരുടെ അനുഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രക്രിയ, മേശയിൽ സംഭവിച്ച അത്ഭുതങ്ങൾ, വൈദ്യരുടെ രേഖകൾ എല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. ശരീരത്തിന് പുറത്തും ബോധം നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇത് ആത്മാവിൻ്റെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഞാനെന്നൊരു ബോധം എല്ലാ വ്യക്തിക്കും മരണത്തിന് ശേഷം ഉണ്ട്, അത് നിലനിൽക്കുന്നു എന്നും കൂടെ പുതിയ പഠനങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചിലർ മരണത്തിന് തൊട്ട് മുമ്പ് ചിരിക്കുന്നതും ശാന്തരാകുന്നതും എന്ന് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, ശരീരം അവസാനിക്കുമ്പോൾ മസ്തിഷ്കം പ്രകൃതിദത്ത വേദന സംഹാരികൾ പുറത്തുവിടുന്നു. അതുകൊണ്ട് ഭയം മാറി ശാന്തി നിറയുകയാണ് ഉണ്ടാവാറുള്ളത്. ഇതൊരു ദൈവിക സമാധാനത്തിൻ്റെ ആദ്യ പടിയാണ് എന്ന് പല മതങ്ങളും പറയാറുണ്ട്. മരണാനന്തരമായിട്ട് ഒരു ലോകമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ക്രിസ്ത്യാനികളുടെ ഇതിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവൻ എന്നൊരു ലോകത്തേക്ക് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ബർസാഖ് എന്നൊരു ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഹിന്ദുക്കൾ പിതൃലോക എന്നൊരു ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധമതം ബർഡോ എന്നൊരു ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഈ
എല്ലാവരും ഒരു രൂപത്തിൽ ഈ ലോകത്തെ പറയുന്നുണ്ട്, മറ്റ് പല പേരുകളിൽ പറയുന്നുണ്ടെങ്കിലും ഒരു ലോകത്തിലേക്ക് പോകുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് ഒരു ഇടവേള അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മരണം അവസാനമല്ല, ഒരു പരിവർത്തനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മരണം ഒരു അവസാനമല്ല, ഒരു പരിവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചിലർ മരിച്ച ബന്ധുക്കളെ സ്വപ്നത്തിൽ കാണുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ്റെ ബോധത്തിൻ്റെ രണ്ടാമത്തെ വാതിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. സ്വപ്നത്തിലാണ് ഏറ്റവും തുറന്നിരിക്കുന്നത്. ചിലപ്പോൾ അത് മനസ്സിൻ്റെ പ്രതിഫലനം, ചിലപ്പോൾ ചിലർ പറയുന്നത് അതൊരു സന്ദർശനം തന്നെയാണ് എന്നും ആണ്. ഇനി കുട്ടികൾക്ക് ജന്മാന്തര ഓർമ്മകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ പല കുട്ടികളും പറയാറുണ്ട്, ഞാൻ മുൻ ജന്മത്തിൽ ഇങ്ങനെയായിരുന്നു, ഇതേപോലെയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ലോകത്ത് 2500 കൺഫേം ആയിട്ടുള്ള കേസുകളുണ്ട്. കുട്ടികൾ അവരുടെ മുൻജന്മത്തിൻ്റെ വീടുകൾ, പേരുകൾ, കുടുംബങ്ങൾ പോലും പറഞ്ഞിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യബോധത്തിന് തുടർച്ച ഉണ്ടെന്നുള്ള ശക്തമായ തെളിവ് ഇതുകൂടെയാണ്. ഇനി മരണം ഭയപ്പെടുത്തുന്നത് ആണോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഭയപ്പെടുത്തുന്നത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കും. കാരണം ഒരു ശാന്തമായ അവസ്ഥയാണ്. പിന്നാലെ വരുന്ന ലോകം ഒരുപക്ഷെ നാം കരുതുന്നതിൽ മനോഹരമാകാം എന്ന് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മരണത്തോടുള്ള ആ ഒരു ഭയം മാറിപ്പോകുന്നതാണ്. എന്നാൽ നാം ഒരുപാട് ദുഷ്കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ പിടിച്ചു മുറുക്കി നിൽക്കും. കാരണം നമുക്ക് ഈ ലോകം അത്രത്തോളം കംഫർട്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. എന്നാൽ ഈ ലോകം കംഫർട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ഈ ലോകം സേഫാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവ് ഇറുകി പിടിക്കാൻ നോക്കുമ്പോഴെല്ലാം മരണം ഭയാനകമായിട്ട് തോന്നാറുണ്ട്. ഇനി മരണം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ലളിതമായ കുറച്ച് കാര്യങ്ങൾ മരണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ജീവിതം ചെറുതാണ്, സമയമാണ് സമ്പത്ത്. പണം, പേര്, ഈഗോ ഒന്നും കൂടെ പോകുന്നില്ല. സ്നേഹവും കാരുണ്യവും മാത്രമാണ് നമ്മെ ഓർക്കുന്നത്. ഓരോ ദിവസവും ഒരു അനുഗ്രഹമാണ്. മരണം നമ്മെ ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ ശ്വാസവും നിങ്ങൾക്ക് ഒരു അവസരമാണ്. ജീവിക്കാൻ, സ്നേഹിക്കാൻ, പഠിക്കാൻ ഒക്കെയുള്ള ഒരു അവസരമാണ്. മരണം ഒരു അവസാനമല്ല, ഒരു പുതിയ തുടക്കം മാത്രമാണ്. ഇനി നമുക്ക് നോക്കാം, മരണത്തിൻ്റെ വേദന ശരിക്കുമുണ്ടോ അതോ മനസ്സിൻ്റെ ഒരു ഭയമാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സത്യത്തിൽ മരണത്തെ എല്ലായ്പ്പോഴും കൂടുതൽ ആളുകളും ഭയക്കുന്നത് മരണത്തിൻ്റെ വേദനയെക്കുറിച്ചാണ്. പല ഗ്രന്ഥങ്ങളിലും എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മരണത്തിൻ്റെ വേദനയെക്കുറിച്ച് വളരെ ഭയാനകമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, മരണം അത്രത്തോളം ഭയാനകമാണോ? നാം എന്ത് കാര്യത്തിനാലാണ് നന്നായി ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മോശമായി ജീവിക്കുന്ന ഒരു വ്യക്തി ആയാൽ പോലും മരണത്തിനെ ഇത്രത്തോളം ഭയാനകമായിട്ട് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് മോശ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മരണം ഇത്രത്തോളം കഠിനമാകുന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണം അത്ര കഠിനകരമല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ശാസ്ത്രീയമായ രീതിയിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ഇതാണ്, മരണം എത്ര വേദനാജനകമാണ് എന്നുള്ളതാണ് ചോദ്യം. ശാസ്ത്രം അതിന് പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണം എന്നത് നാം ചിന്തിക്കുന്ന പോലെ ഒരു വലിയ വേദനയല്ല. മിക്ക മരണങ്ങളും ശരീരം സ്വന്തം ബ്രെയിനിനെ സംരക്ഷിക്കാൻ വേദന തന്നെ ഓഫ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണം ഒരു ശരീര ഷട്ട് ഡൗൺ പ്രക്രിയയാണ്, വേദന ഉയർത്തുന്നത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന കൊണ്ടല്ല, ഭയം കൊണ്ടാണ് അവർക്ക് വേദന ഉണ്ടാകുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ മരണത്തെ പറ്റിയുള്ള ഭയം ബ്രെയിനിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ് ഈ ഒരു ഭയവും. ഇത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിയാത്തതിലേക്ക് പോകുന്നു, പിന്നെ എന്താകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഭയം നമുക്കുണ്ടാകുന്നത് പലപ്പോഴും. അതായത് അറിയാത്ത ഒന്നിലേക്ക് നാം പോകുമ്പോഴേക്കും നാം എങ്ങോട്ടാണ് ഈ പോകാൻ പോകുന്നത്, നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഈ ഒരു ഭയം പലപ്പോഴും നമുക്ക് ഒരു വേദനാജനകമായിട്ടുള്ള ഒരു ഭയം നമുക്ക് ഉണ്ടാക്കുകയും ആ ഭയം കാരണമായിട്ട് നമുക്ക് വളരെയധികം വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ഒരു ആത്മീയ വേദന തന്നെയാണ്. ഇനി നമ്മുടെ പ്രധാനമായിട്ടുള്ള ചോദ്യം, ശരിക്കും വേദന ഉണ്ടാകുമോ എന്നുള്ളതാണ്. മിക്ക ആളുകൾക്കും ഈ ഡീപ്പ് കോൺഷ്യസ്നെസ്സിൽ 5 മുതൽ 20 സെക്കൻഡ് കൊണ്ട് ചെറിയ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ ബ്രെയിനിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പോലും പറ്റത്തില്ല. അതായത് ശരീരം ഓഫാകുന്നതായിട്ട് ഉള്ള ഒരവസ്ഥ, നമുക്ക് വേദന തിരിച്ചറിയാൻ ബ്രെയിൻ ഓണായിരിക്കണം. പക്ഷേ ബ്രെയിൻ ഇപ്പോൾ ഓഫാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേദന തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ഇനി ശ്വാസം മുട്ടുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നു, അല്ലെ ശ്വാസം മുട്ടുമ്പോൾ ആളുകൾ ഈ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വേദനയാണോ എന്ന് നമ്മൾ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ശ്വാസം മുട്ടുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസ്ഥ, ശ്വാസം എടുക്കാൻ കഴിയാത്ത ആ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്ത ആ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് അതിൻ്റെ ഉത്തരം ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്ന ഉടലിൻ്റെ പ്രതിരോധത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനമാണ് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നത്. ഇതൊരു വേദനയല്ല. ഇനി ഓക്സിജൻ കുറയുമ്പോൾ ബ്രെയിൻ പറയുന്നത് ശ്വാസം എടുക്കൂ എന്ന് ബ്രെയിൻ പറയാറുണ്ട്. അത് പാനിക്കാണ്, പെയിനല്ല. ഇപ്പോൾ 5 മുതൽ 15 സെക്കൻഡ് കഴിഞ്ഞാൽ ബ്രെയിനിൽ ഓക്സിജൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അനസ്തേഷ്യ തുടങ്ങും. അതായത് മനസ്സ് ഒന്ന് അടങ്ങി തുടങ്ങും, പിരിമുറുക്കമെല്ലാം ഇല്ലാതെയാകും. ഉറക്കം പോലെ ഒരു നിശബ്ദമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിൻ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഈ സമയത്ത് ആളുകൾ വേദന ഏറ്റുവാങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും വേദന ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ശാസ്ത്രീയമായി 3 ഘട്ടങ്ങൾ നമുക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരവസ്ഥ, പിന്നെ ഭാവനയും നമ്മുടെ ഭയവുമൊക്കെ, പിന്നെ നമുക്ക് നിശ്ചലതയായിട്ടുള്ള എല്ലാം ശാന്തമാകുന്ന ഒരവസ്ഥ.
അതായത് ഡീപ്പായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ കടക്കുന്ന ഒരവസ്ഥ. ഈ മൂന്നാമത്തെ ഘട്ടം തന്നെയാണ് മിക്ക മരണങ്ങളിലും ഉള്ള യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ശരീരം ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ. ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ മരണം വേദനാജനകമെന്ന് നാം തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നാം ജീവനോടെ ഇരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മരണം ഏറ്റവും കൂടുതൽ വേദനാജനകമായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ ബ്രെയിൻ ഫുള്ള് ആക്റ്റീവാണ്. അതിനാൽ നമുക്ക് താങ്ങാനാകുമോ എന്നൊരു ഭയം നമുക്ക് ഇപ്പോൾ തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ശരീരം ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ മരണം സംഭവിക്കുന്ന സമയത്ത് ബ്രെയിൻ സ്വയം വേദന കട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാരുണ്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മരണം വേദനയില്ലെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ ഈ ഒരു പേടി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് പേടി. ഞാൻ എവിടേക്ക് പോകുന്നു എന്നുള്ള ഭയം, എന്താകും എന്നുള്ള ഭയം, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഈ ചുറ്റുപാട്, ഇതിനെയെല്ലാം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള മനസ്സിൻ്റെ ചോദ്യം, അതൊരു ചോദ്യമായി അവിടെ അവശേഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഭയത്തിൽ നിന്നാണ് ഈ ഒരു മരണത്തിൻ്റെ വേദനയെ നമുക്ക് ഉണ്ടാകുന്നത്. മരണം ശാരീരികമായിട്ടുള്ള ഒരു ഷട്ട് ഡൗൺ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേടി നമ്മിൽ നിന്ന് പോകുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ശാസ്ത്രം പറഞ്ഞാൽ മരണം ഒരു പീസ്ഫുൾ അനുഭവമാണോ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർമാർ ICUവിൽ കണ്ട യാഥാർത്ഥ്യം മിക്ക മരണങ്ങളിലും അത് നമ്മൾ മൂക്കുകൊണ്ട് സുഖമായ ഒരു ശ്വാസം വിടുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ആത്മാവ് പോകുന്നത് എന്ന് പറയുന്നു. വേദന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പിടിച്ചു നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അതായത് നമ്മുടെ തലച്ചോറ് ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആ അവസ്ഥ പോലെ അങ്ങ് ഓഫായി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മരണവേദന ഒരു മിഥ്യയാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മരണം വേദനാപൂർണ്ണം എന്നത് മനസ്സിൻ്റെ ഭയം കൊണ്ടാണ്. കഥകൾ, സിനിമകൾ, കാഴ്ചകൾ, അനുഭവങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് നമ്മുടെ മനസ്സ് മരണത്തെക്കുറിച്ച് ഒരു രൂപം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ രൂപം കാരണമായിട്ടാണ് നമുക്ക് ഇത്രത്തോളം മരണത്തെ ഭയമുണ്ടാകുന്നത്. ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ മരണം വേദന ഉണ്ടാക്കുന്ന ഒന്നല്ല. വേദന എന്നത് മനസ്സിൻ്റെ പ്രതീക്ഷയാണ്. ഇനി നമുക്ക് യഥാർത്ഥ്യം എന്താണ് എന്ന് ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ മരണം എന്നത് ഒരു പ്രകൃതിയുടെ നിയമമാണ്, ഒരു സിസ്റ്റമാണ്, ഒരു ഷട്ട് ഡൗൺ സിസ്റ്റമാണ്, ഒരു വ്യക്തിത്വത്തിൻ്റെ വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരു അവസ്ഥയാണ്. ഇത് വേദനയല്ല, ഇതൊരു വിരാമമാണ്. പലപ്പോഴും ഈ ഒരു മരണം എന്നത് വേദനാജനകമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാം കാണുന്ന മറ്റൊരാളുടെ മരണത്തിലൂടെയാണ് നമുക്കത് വളരെയധികം വേദനാജനകമായി തോന്നാറുള്ളത്. ഒരിക്കലും മരിക്കുന്ന വ്യക്തിക്കല്ല മരണം എത്രത്തോളം കഠിനമായി തോന്നുന്നത്, ആ മരണത്തെ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്കാണ് തീർച്ചയായിട്ടും മരണം ഒരു കഠിനമായ അവസ്ഥയാണെന്ന് പലപ്പോഴും തോന്നാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിക്കുന്ന വ്യക്തി അനുഭവിക്കുന്നത് വളരെ തുച്ഛമാണ് എങ്കിൽ പോലും മരണത്തെ കാണുന്ന ഒരു വ്യക്തി ഒരുപാട് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയും ടെൻഷനാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇവരുടെ മനസ്സിൽ, ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ മരണത്തെക്കുറിച്ച് ഒരു ചിത്രം അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പലപ്പോഴും ഈ ചിത്രം കാരണമായിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് അത് വരുമ്പോൾ അത് വലിയൊരു ഭയമായിട്ട് മാറാറുണ്ട്. പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ചെയ്യാറുള്ളത്, നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴുമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെ കൂടെ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രവും ആത്മീയതയും രണ്ട് മേഖലയാണ്. പലപ്പോഴും നമുക്ക് ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങ് മുട്ടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഇത് രണ്ട് തലമാണ്. നമുക്കൊന്ന് നോക്കാം. ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ മരണം സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മരണം എന്നത് ബ്രെയിനിലെ സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്താത്തത് കാരണമായിട്ടാണ് മരണം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്ക് ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഓക്സിജൻ തലച്ചോറിലേക്ക് എത്തുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്ത് രക്തക്കുഴലിലൂടെ ഓക്സിജൻ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള സെല്ലുകൾ എല്ലാം ഓഫായി പോകും. അത് കാരണമായിട്ട് തന്നെ നമ്മുടെ തലച്ചോറിലുള്ള സെല്ലുകളെ നമുക്കൊരിക്കലും വീണ്ടും ഇത് കൊടുത്തുകൊണ്ട് അതിനെ ജീവിപ്പിക്കാൻ സാധിക്കത്തില്ല. യഥാർത്ഥമായി മരണം സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. മരണത്തിൻ്റെ അവസാനം എന്നത് തലച്ചോറിലാണ്. നമുക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ ഹാർട്ട് നിലയ്ക്കുന്നത് കാരണമായിട്ട് തന്നെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താത്തത് കാരണമായിട്ടാണ് യഥാർത്ഥമായിട്ടുള്ള മരണം സംഭവിക്കുന്നത്. അതായത് ഓക്സിജൻ തന്നെയാണ്. ഓക്സിജൻ തലച്ചോറിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബോധമുണ്ടാകുകയും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഓക്സിജൻ തലച്ചോറിലേക്ക് എത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് മരണം തന്നെയായി മാറുന്നതാണ്. നമുക്കറിയാം, മരണം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കാൻ ഏതെങ്കിലും ഒരു കാരണം മരണത്തിന് ഉണ്ടായേ മതിയാവുകയുള്ളൂ. ചിലപ്പോൾ അതൊരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ അതൊരു തൂങ്ങി മരണം, അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും രോഗിയായിട്ടുള്ള ഒരു സ്വാഭാവിക മരണം, അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ മരിക്കാൻ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. പല രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അസുഖങ്ങൾ ബാധിച്ചുള്ള മരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മരിക്കാൻ ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മരണത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള കാരണം എന്നത് തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താത്തത് മാത്രമാണ്. അത് കാരണമായിട്ടാണ് എല്ലാ മരണങ്ങളും സംഭവിക്കുന്നുള്ളത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വേദനയെക്കുറിച്ച് ആത്മീയമായ രീതിയിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മറ്റാർക്കും ദോഷമൊന്നും ഉണ്ടാകാതെ ജീവിക്കുകയും എല്ലാവർക്കും അയാൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തി മരണാസന്നമായ ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത്
ശാന്തമായ ഒരവസ്ഥ തന്നെയാണ്. അവരെപ്പോഴും അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സന്നദ്ധമായിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും പോകാൻ സാധിക്കും. എന്നാൽ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ദുഷ്കർമ്മങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ ആ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിട്ട് പലപ്പോഴും അദ്ദേഹം ചിത്രീകരിക്കാറുണ്ട്, അദ്ദേഹത്തിന് തോന്നാറുണ്ട്. അത് കാരണമായിട്ട് ശരീരവും ആത്മാവും തമ്മിൽ ആത്മാവ് ശരീരത്തെ മുറുക്കി പിടിക്കുമ്പോഴെല്ലാം ശരീരത്തിൻ്റെ വേദനകളും അനുഭവങ്ങളും എല്ലാം ആ ആത്മാവ് അത്രയും കൂടുതൽ നേരം അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യാറുള്ളത്. എന്നാൽ മരണം ആസന്നമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണപ്പെട്ടത് മതിയാവുകയുള്ളൂ, ആത്മാവ് പോയേ മതിയാവുകയുള്ളൂ. എന്നാൽ ഈ ആത്മാവ് അവിടെ കടുംപിടുത്തം പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത്ര നേരം കൂടെ ആ ആത്മാവ് ആ ദുർബലമായ ശരീരത്തിൽ ഇനി ഒരിക്കൽ പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ശരീരത്തിൽ പിടിച്ചു തൂങ്ങുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മരണത്തെ ആ ഒരു ആത്മീയമായ ചിന്തയിലൂടെ നോക്കുമ്പോൾ മരണം ഭയാനകമായി തോന്നുന്നത്. ചിലപ്പോഴും ഇവിടെ മോശമായ രീതിയിൽ നടന്നൊരു വ്യക്തിക്ക് മരണം ഭയാനകമായി തോന്നുന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം ഇതുതന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുള്ള് നമ്മുടെ ശരീരത്തിൽ ഉടക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ ആ മുള്ളിൽ നിന്ന് വളരെ സൂക്ഷ്മമായിട്ട് അതിനെ നമ്മൾ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കൂടുതൽ വേദന കൂടുതൽ നേരം അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതായത് നമ്മൾ മരണത്തിന് മുമ്പിൽ തല ചായ്ച്ചുകൊണ്ട് അതിന് വഴിപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, നാം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്രത്തോളം അനുഭവങ്ങളും മരണം വളരെ ലഘുവായി തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ മോഹങ്ങളും നമ്മളുടെ വിചാരങ്ങളും എല്ലാം ഈ ലോകത്തെ അള്ളിപ്പിടിക്കാൻ അല്ലെങ്കിൽ ഈ ലോകത്തെ മുറുകി പിടിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. എന്നാലും തീർച്ചയായിട്ടും മരണം സംഭവിക്കേണ്ട സമയം ആഗതമായി കഴിഞ്ഞാൽ മരിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര അള്ളിപ്പിടിച്ചാലും ഈ ഒരു ലോകത്തേക്ക് അള്ളിപ്പിടിക്കാൻ നമ്മളുടെ മനസ്സ്, നമ്മളുടെ ആത്മാവ് ആഗ്രഹിക്കുമ്പോഴെല്ലാം നമ്മൾ കൂടുതൽ ഇവിടെ ആ ഒരു സമയത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ ശാന്തമായിക്കൊണ്ട് തന്നെ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാവുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ലഘുവായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കടക്കാനും നിങ്ങൾക്ക് മരണത്തെ സ്വീകരിക്കാനും സാധിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ്. ആ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അത് പ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ജീവകോശത്തിൻ്റെ അടിസ്ഥാനം, ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ജീവകോശങ്ങളെല്ലാം പലപ്പോഴും അതിന് വിപരീതമായിട്ടൊന്ന് സംഭവിക്കുമ്പോൾ പലപ്പോഴും പേടിക്കുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവർക്ക് ഇവിടെ ജീവിച്ചിരിക്കാനുള്ള ഒരു വ്യഗ്രത വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. എന്തെന്നാൽ ഇവിടെ നമുക്കറിയാവുന്ന ഒരു ലോകമാണ്, ഇവിടെ കംഫർട്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇതിനപ്പുറം ഒരു ലോകമുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കാരണമായിട്ടാണ് മറ്റൊന്നിലേക്ക് പോകുമ്പോഴുള്ള നമ്മളുടെ ഭയം, നാം വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇതിനുശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അറിവില്ലായ്മകൾ, ഇതിൽ നിന്നെല്ലാമാണ് ഈ ഒരു ഭയം ഉണ്ടാകുന്നത്. സത്യം അന്വേഷിക്കുന്ന പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ എന്നും ഒരു സംശയം തന്നെയാണ്, ഒരു ചോദ്യം തന്നെയാണ് എല്ലായ്പ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ നിരീശ്വരവാദം അതുപോലെയൊക്കെ നടക്കുന്ന ആൾക്കാർക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നം എപ്പോഴും ബാക്കിയാണ്. നാം ഇനി പോകുന്ന വഴികൾ സത്യത്തിൽ ആത്മീയതയുടെ ഒരു ലോകത്തേക്കാണ് നാം പോകുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഒരു വ്യക്തി താൻ ഇവിടെ പ്രവർത്തിച്ചതിനെക്കുറിച്ചെല്ലാം ഏറ്റവും കൂടുതൽ ബോധവാനായിരിക്കുന്നത് ഈ അവസാന നിമിഷങ്ങളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരോട്, നിങ്ങൾ വിശ്വസിക്കുന്ന മതം ഏതായാലും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഏതായാലും മറ്റുള്ള സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ടും നന്മ പ്രവർത്തിച്ചുകൊണ്ടും ഈ ലോകത്ത് നിങ്ങൾ ഓരോ വ്യക്തികളും മുമ്പിലാണ്. നിങ്ങൾക്ക് പിറകിൽ വരുന്ന ആളുകളെ അപേക്ഷിച്ച് നിങ്ങൾ മുമ്പിലാണ്. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് ചെന്ന് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെരുപ്പ് അഴിച്ചിട്ടുകൊണ്ട് നിങ്ങൾ ആ ഷോപ്പിൽ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറകെ വരുന്നവരും അവരുടെ ചെരുപ്പുകൾ അഴിക്കാൻ അവിടെ സന്നദ്ധമാകും. എന്നാൽ നിങ്ങളുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ കയറുകയാണെങ്കിൽ പിറകിൽ നിന്ന് വരുന്ന വ്യക്തികൾ എന്താണ് ചിന്തിക്കാറുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൻ ചെരുപ്പിട്ടുകൊണ്ട് കയറി, പിന്നെ എനിക്ക് കയറിയാൽ എന്താണ് എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഓരോ സമൂഹത്തിലും ഓരോ വ്യക്തിയും അയാളുടെ പിറകിൽ വരുന്ന ആളുകൾക്ക് മാതൃക തന്നെയാണ്. അതുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെല്ലാവരും ജീവിക്കാൻ ഞാൻ എന്നോടും നിങ്ങളോടും ഇതിലൂടെ പറയുകയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അറിയിപ്പാണിത്. നിങ്ങൾ ഓരോ വ്യക്തിയും മുമ്പിലാണ്. നിങ്ങളെ ഫോളോ ചെയ്തു വരുന്ന ആളുകൾ നിങ്ങളുടെ പിറകിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നേരായി കഴിഞ്ഞാൽ നിങ്ങളുടെ പിറകിലും ചിലരെയൊക്കെ അയച്ചിട്ടുണ്ട്. ആ ചിലരെങ്കിലും നേരെയാകും. അത് കാരണമായിട്ട് ഈ ലോകം തന്നെ നേരെയാവാൻ അത് കാരണമായി മാറും. ഈ ലോകത്തോട് നിങ്ങൾക്ക് ചെയ്തിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം അവകാശി നിങ്ങളല്ല. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അതിൻ്റെ ഒന്നും അവകാശിയല്ല നിങ്ങൾ. താൽക്കാലിക കൈവശ ഉടമസ്ഥത നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം താൽക്കാലികമായിട്ടുള്ള സൂക്ഷിപ്പുകാരൻ മാത്രമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും
ചിന്തകളും മറ്റൊരാളുടേതായിട്ട് മാറും എന്നുള്ളൊരു സത്യത്തെ മനസ്സിലാക്കണം. അതായത് ഈ ലോകത്തേക്ക് താൽക്കാലികമായിട്ട് വന്നിട്ടുള്ള, ഇവിടെ യാതൊന്നും സ്വന്തമായി ഇല്ലാത്ത ഒരു വഴിയാത്രക്കാരൻ തന്നെയാണ് നിങ്ങൾ. ഈ സുഖാനുഭവങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ ലോകം ഇനി വരുന്നവർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ ലോകത്തെ കാത്തുവെക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രവുമല്ല, നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിന് ശേഷം എല്ലാം തികഞ്ഞു, എന്താണ് അവസാനം ബാക്കിയുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് തീർത്തതും ഉടുത്തു കീറിയതും മാത്രമേ നമുക്ക് അവകാശപ്പെടാൻ ഉണ്ടാവുകയുള്ളൂ. യാതൊന്നും ഉണ്ടാവുകയില്ല. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തെ അറിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ല എങ്കിൽ നിങ്ങൾ ഈ ജീവിതത്തെ ശാന്തമായി ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അർഹതയുള്ളത് അല്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളെ വേട്ടയാടും. അത് നിങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നിങ്ങളുടെ മരണത്തിന് പോലും അത് ഏറ്റവും വലിയൊരു വേദനയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെല്ലാം ഒരു ശാസ്ത്രീയമായ വശമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നവരാകയാൽ, നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം വളരെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് എന്തു തന്നെയായാലും അതെല്ലാം അർഹതയുള്ളത് തന്നെയായിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വ്യക്തി തൻ്റെ ജോലിക്കാരന് അർഹമായ ശമ്പളമല്ല കൊടുക്കുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് അർഹമായ ശമ്പളം എന്ന് കണക്കാക്കിയിരിക്കുന്നതിൻ്റെ ബാക്കി കാശ് ഇയാളുടെ കയ്യിൽ ആവുകയും അത് കാരണമായിട്ട് ഈ വ്യക്തി അധർമ്മിയായി മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജോലിക്കാരനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിക്കാരനുള്ള ശമ്പളം ആദ്യം തന്നെ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രമേ ജോലിക്കാരനെ വിളിക്കാൻ പാടുള്ളൂ. നിങ്ങൾ എത്ര തന്നെ പണം സമ്പാദിക്കുന്നുവോ, അല്ലെങ്കിൽ എത്ര തന്നെ അന്യായമായിട്ട് മറ്റൊരാളിൽ നിന്നുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ആകുന്നുവോ, അത്ര തന്നെ നിങ്ങൾ ഈ ലോകത്തെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര തന്നെ സമ്പത്തിനെ ആഗ്രഹിക്കുന്നു, എത്ര തന്നെ സുഖഭോഗങ്ങളെ ആഗ്രഹിക്കുന്നു, അത്ര തന്നെ നിങ്ങൾ ഈ ലോകത്തെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമ്പാദ്യം എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത് നല്ല സമ്പാദ്യമായിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുക. മോശമായ സമ്പാദ്യം നിങ്ങളെ ഒരു ധനികനാക്കിയാലും ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തെ അതില്ലാതാക്കും. ഈ ലോകത്ത് എന്ത് തന്നെ നേടിയാലും സമാധാനം നേടിയില്ല എങ്കിൽ അതുകൊണ്ട് എന്തർത്ഥമാണ് മനുഷ്യനെ കൊണ്ടുള്ളത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ നേടുന്ന സമ്പത്ത് എത്ര തന്നെ ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര തന്നെ ഉയർച്ചയിലാണെങ്കിലും സമാധാനമില്ലെങ്കിൽ എല്ലാം വ്യർത്ഥം തന്നെയാണ്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്നത് സമാധാനം തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് നമ്മുടെ ചർച്ചകളെല്ലാം വീണ്ടും പഴയ പോലെ നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ കാരണമായിട്ട് അത് മറ്റൊരു വീഡിയോയ്ക്ക് കാരണമായി മാറുന്നതാണ്. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് തുടരാം. നിങ്ങളുടെ സ്വന്തം സൂഫി സഞ്ചാരി.